सारा ब्रांडेड सटे 30 रुपये രണ്ടാൾ എടുത്താൽ മതി. ഇപ്പോൾ ഉള്ളത് കുത്തബ് മീനാറിൻ്റെ ടിക്കറ്റ് വെക്കുന്ന കൗണ്ടറിലാണുള്ളത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെ ഞങ്ങൾ കാണുന്ന രണ്ടാമത്തെ സ്ഥലമായ കുത്തബ് മീനാറിലേക്ക് വന്നിട്ടുണ്ട്. അത് കാണുന്ന കുട്ടി ഹിസ്റ്റോറിക്കൽ മെമ്മറീസ് വെരി ലോസ്റ്റ് യു നോ. നമുക്ക് കയറി വരുന്നതിൽ തന്നെ ഇതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് എവിടെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വിശദമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. നമ്മളെ കൂടെയുള്ള കുറച്ച് ആൾക്കാർക്കൊന്നും ഇതൊന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്നാലും കൂട്ടി കൊണ്ടുപോകും തന്നെ. അപ്പം ഇതാണ് ആ സാധനം, കുത്തബ് മീനാർ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പേരുള്ള ആൾക്കാർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഹിസ്റ്റോറിക്കൽ മെമ്മറീസ് വെരി ലോസ് യുനോ. ഇംഗ്ലീഷിൽ ഞാൻ പുളിയാങ്ങുന്നുണ്ട്, അത് വീട്ടിലേക്ക്. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് പോകേണ്ട സ്ഥലം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സർപ്രൈസാണ്. നിങ്ങൾ വീഡിയോ മൊത്തം കാണണം. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെപ്പരം പെട്ടിയും ബാഗും എടുത്ത് വന്ന ടീംസാണ് നമ്മളെപ്പരം ഉള്ളത്. സോ അത് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നമുക്കൊന്ന് നല്ലോണം കാണണ്ടേ. എന്താക്കാനാണ് വന്ന ടീംസ് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഇവർ ഇവിടെ നിന്ന് പിടിച്ച് വലിച്ചെന്നെ കൊണ്ടുപോയത് എങ്ങോട്ടാ? ഈ ഹിസ്റ്റോറിക്കലി ആയിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാരെ കൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങോട്ടേ സ്ഥലത്തേക്കൊന്നും വരരുത്. ഫോട്ടോ എടുക്കാൻ സ്റ്റോറി സരോജിനി ചേച്ചിന്റെ അടുത്ത് സരോജിനി മാർക്കറ്റ്. ചേച്ചിന്റെ അടുത്ത് ഡ്രീം പ്ലേസ് ആണ് സരോജിനി മാർക്കറ്റ്. ഇവിടെ കുറെ ഇതൊക്കെ കണ്ടില്ലേ, മയ്യത്ത്. ഒരു വട്ടെങ്കിലും സരോജിനി വരാത്ത ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ കുത്തബ് മീനാറിന്റെ പൈസ വെറുതെ ആയിപ്പോയി. വേഗം ഇറങ്ങി വേഗം പോരേണ്ടി വന്നു. എന്തൊരു നിശൽക്കായിക്കുവാണ് ഏറ്റവും കൂടുതൽ വാങ്ങുക. വാങ്ങും. ബായ്. ഇനി സരോജിനി ചേച്ചിന്റെ അടുത്ത് കാണാം. ഏതാ വേണ്ടി തലയിൽ അത് വേണോ? $150 ज़्यादा है इतना. ले लो सारा ब्रांडेड सटे. നമ്മളെ നാട്ടിൽ 1000 രൂപേൻ്റെ സാധനം ആവും കൊണ്ടൊക്കെ 150 രൂപ എല്ലാം എടുത്ത് തൂക്കിയിട്ട് കൊണ്ടുപോയി. അങ്ങനെ പുറത്തേക്ക് തൂക്കിയിടാൻ പറ്റൂല, വൈകി ബ്ലോക്ക് ആക്കിയിട്ട്. 50 രൂപേൻ്റെ ഷർട്ട്, 50 രൂപേൻ്റെ, 100 രൂപേൻ്റെ. 30 രൂപ, 30 രൂപ. ये पूरा 30 रुपया है. ये 30 रुपये. ये कितना आएगा? अलग प्राइस है. अलग है? अलग मतलब कितना है? 150, 100 डिफरेंट प्राइस. वो ज़्यादा बोल रहे हैं. എനിക്ക് തോന്നുന്നത് ഒരു സഞ്ചി വാങ്ങേണ്ടി ഇത് മതിയാവില്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അജാതി സാധനങ്ങൾ അവിടെ നിന്ന് എടുത്ത് പോകുന്നത്. ഇതല്ലേ ഇപ്പം നമ്മൾ അവിടെ 150 വാങ്ങി. മറ്റേ ഉറുമ്പ് മറ്റെന്തോ ആക്രമിക്കുന്നില്ല, എല്ലാം കൂടിയും വരൂല്ലേ ഉറുമ്പുകൾ. അതേമാതിരി ഒന്ന് കാണുമ്പോൾ അങ്ങോട്ടേക്ക് തെരിയുന്ന സ്പീഡ് നോക്ക്. എനിക്കെന്താ പറയാനുള്ളത്? അല്ലേ? അതെ അതെ അതെ. ഒന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇനി ക്ലിപ്പുമ്പിലേക്ക് പോയിരുന്നു. പരിപാടി എത്ര നേരമായില്ലേ ഗൈസ്. ഇതിനൊരു അവസാനം എല്ലാം തോന്നുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് വന്നിട്ടുള്ള തൊപ്പി വാങ്ങാനോ, തൊപ്പിയും ഗ്ലൗസും. മണാലി പോകുന്നല്ലേ, ഇവിടെ നോ ബാർഗൈനിങ്, നോ എക്സ്ചേഞ്ച് നമ്മളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ. ബാർഗൈനിങ് ഒന്നും പറ്റില്ല എന്നൊക്കെ. ഞാൻ വിചാരിച്ചത് പരിപാടി വേഗം കഴിയുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 3 മണിക്കൂറായി. 4 മണിക്ക് കയറിയതാണ്, 7 മണി ആവാം. എന്താല്ലേ ലോകം തന്നെ മായ. चाचा थोड़ा कम में दियो चाचा.
തോടാ താങ്കം ആ എല്ലാം കഴിഞ്ഞ് കാഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ ആ ലാസ്റ്റ് ഒരു ചായയോട് കൂടിയിട്ട് മണാലിയിലേക്കുള്ള ബസ് കയറാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ലാസ്റ്റ് മണാലിയിലേക്ക് ബസ് കയറാൻ ഇരിക്കുന്ന ഇരിപ്പാണ്. അത് നമ്മളെ സ്വന്തം ഡ്രൈവർ സതീശൻ. ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മൂപ്പരെ കോണ്ടാക്ട് ചെയ്താൽ മതി. വെറുതെ പാക്കേജ് ഒന്നും എടുത്ത് തരേണ്ട ആവശ്യമില്ല. ചട്ടി ഈ ചൂട് ചായ ഊതാണ്ട് കുടിക്കുക. ഒറ്റ വലിക്കാണ് ഒരു സിപ്പ് എടുത്താൽ ഒറ്റ സിപ്പ് എടുത്തേ അത് നിസൽക്കാക്കല്ലേ പച്ചവെള്ള കുടിക്കാം. ഇനി എടുത്തേ എവിടെ കുടിച്ചിട്ട് തട്ടല്ലേ കേട്ടോ. അപ്പോൾ ഗായ്സ് ഇനി നമ്മൾ മണാലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഗോവ ബസ് കാത്തു നിൽക്കുന്നതാണ്. അത് കണ്ടിട്ട് 45, 46 കാണില്ല. ഈ ഒരു ഇതിലാട്ടോ നമ്മളെ വണ്ടി വരിക. സോ അതിനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ദൂരത്തേക്ക് ഗായ്സ് 150 റുപ്യ പറഞ്ഞ സാധനമാണ്. ഞങ്ങളത് 50 റുപ്യക്ക് വാങ്ങിയെടുത്തു. ബാർഗെയിൻ മസ്റ്റ് ആട്ടോ. ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടും. 50 റുപ്യക്ക് സാധനം കിട്ടും. 150 പറഞ്ഞു ലാഭ കണക്കിന് നമുക്ക് ഇതാക്കാം, പ്രതിരോധിക്കാം. അടിപൊളി